അറേഞ്ച്ഡ് മാരേജ് ആണ്. ലിവിങ് ടുഗദർ. ലവ് മാരേജ്. ലവ് മാരേജ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ചേച്ചി, നിങ്ങളൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങളുടെ അടുത്ത് എന്തായാലും വരാൻ പോകുന്നൊരു ചോദ്യമാണ്. എന്തായാലും അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ ബെസ്റ്റ്? നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറ. എൻ്റെ അഭിപ്രായത്തിൽ അറേഞ്ച്ഡ് മാരേജ് ആണ് നല്ലത്. അതെന്താ പറ്റി അറേഞ്ച് മാരേജിനെ ചേച്ചി സപ്പോർട്ട് ചെയ്യണേ? അതാകുമ്പോഴത്തേക്കിന് പിള്ളേർക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നാലേ അവരെ സപ്പോർട്ട് ചെയ്യാൻ വീട്ടുകാർ കാണുമല്ലോ. ഇല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് അവർ പോവുകയാണെങ്കിൽ അവരെ ഒന്നില്ല ഒരു ചെറുക്കൻ എന്തെങ്കിലും പ്രശ്നമുള്ളതൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചോദിക്കാനും പറയാനും പറ്റത്തില്ലല്ലോ. പിന്നെ നമ്മുടെ മക്കളായതുകൊണ്ട് നമ്മൾ അതിനെ പിന്താങ്ങും. എന്നാലും അറേഞ്ച്ഡ് മാരേജ് അല്ലേ നല്ലത്? അതെ, ഒരു സൈഡ് വെച്ച് നോക്കുമ്പോൾ അറേഞ്ച് മാരേജ്. ചേച്ചിയുടെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം ലവ് മാരേജ് ആണ് കുറച്ചും കൂടെ നല്ലത്. അതാവുമ്പോൾ അവരല്ലേ ജീവിക്കുന്നത്. അതെ, അപ്പോൾ അവര് പരസ്പരം മനസ്സിലാക്കി അവരുടേതായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പാകത്തിന് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും കല്യാണം കഴിക്കുമ്പോൾ. അപ്പോൾ പ്രശ്നങ്ങൾ കുറവായിരിക്കും അല്ലേ? പ്രശ്നങ്ങൾ കുറവായിരിക്കുന്നല്ല, പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. എങ്കിലും അവരത് കുറേയൊക്കെ സോൾവ് ചെയ്ത് പൊക്കോളും. കാരണം അവരുടെ സ്വന്തം ഇഷ്ടത്തിനും കൂടെ അവർ പോകുന്നതല്ലേ. അറേഞ്ച്ഡ് ആകുമ്പോൾ കുറച്ച് ഉത്തരവാദിത്വം രക്ഷകർത്താക്കളുടെ മേലും കൂടെ അവർ ചാടും. അതാകുമ്പോൾ അവർ ഇൻഡിപെൻഡന്റ് എന്നുള്ള രീതിയിലോട്ട് അച്ഛനും അമ്മ ഉണ്ടല്ലോ, അവരും കൂടെ ശ്രദ്ധിക്കട്ടെ എന്നുള്ളൊരിത് വരും. അല്ലെങ്കിലും ശ്രദ്ധിക്കും, എങ്ങനെയായാലും ശ്രദ്ധിക്കൂലോ. ചേച്ചിയുടെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. ലവ് മാരേജിന് സപ്പോർട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ അത് വീട്ടുകാരുടെ സപ്പോർട്ടാണെന്ന് ഉള്ളത്. പക്ഷേ ഒരു രണ്ട് കുട്ടികൾ തമ്മിൽ അവർ ഇഷ്ടപ്പെട്ട് അവർ പ്രണയിച്ച് കല്യാണം കഴിക്കുമ്പോൾ അവരുടെ ഇഷ്ടമല്ലേ. അപ്പം നമ്മളിപ്പോൾ ഒരു അറേഞ്ച്ഡ് മാരേജ് കല്യാണം നമ്മൾ നടത്തിയെന്ന് വെച്ചു. പക്ഷേ ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാതെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവർ കുറച്ച് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ വരും. അത് ഡൈവോഴ്സിലേക്ക് വന്ന് ഇന്നത്തെ കാലത്ത് ഡൈവോഴ്സല്ലേ കൂടുതലേ. അപ്പം അങ്ങനെ അപ്പം അങ്ങനെ ഇത് പോകും. അപ്പം അവർ പ്രണയിച്ച് കല്യാണം കഴിയുമ്പോൾ കുറച്ച് നാൾ പ്രണയം കഴിഞ്ഞിട്ട് പിന്നെ അവർ കല്യാണം കഴിക്കണതാണ്. അപ്പം നമ്മുടെ വീട്ടുകാരും കൂടി അതിൽ സപ്പോർട്ട് വേണം. സപ്പോർട്ട് വേണ്ടെന്നല്ല പറയണത്, സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഇത്തിരി കൂടി അത് ഒരു ഉപകാരമായിരിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് ലവ് മാരേജ് ഓർ അറേഞ്ച് മാരേജ്. ചേട്ടനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ? ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് ലിവിങ് ടുഗദർ. അതാണ്ട ലിവിങ് ടുഗദറിന് പ്രയോറിറ്റി കൊടുക്കണേ? ഫ്രീഡം, നമ്മൾ ഫ്രീഡമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട. പ്രണയമാണെങ്കിലും അതൊരു ഒരു ഒരു നല്ലൊരു കൺസെപ്റ്റായിട്ട് ഈ കാലത്ത് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ലിവിങ് ടുഗദർ ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ലിവിങ് ടുഗദർ ആണെങ്കിൽ ചേട്ടൻ പറയുന്നതനുസരിച്ച് വേറൊരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ട, പിരിഞ്ഞു വേണ്ടി വന്നാലും പിരിഞ്ഞു പോകാന്നുള്ളത് അത് തന്നെ. ഇപ്പം രണ്ടുപേർക്കും രണ്ട് വഴിക്ക് പോവുകയാണെങ്കിൽ അതിൽ കേസോ മറ്റുള്ള കാര്യങ്ങളോ പ്രോപ്പർട്ടി ഷെയറിങ്ങോ അങ്ങനെ ഒന്നും വന്നില്ല. ലവ് മാരേജ് ഓർ അറേഞ്ച് മാരേജ് ആണെങ്കിൽ കല്യാണം ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചേട്ടൻ പറഞ്ഞു തന്നെ. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ അറേഞ്ച് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും അത് ലാസ്റ്റിംഗ് ഇല്ല ലൈഫിൽ. ഇനി തൊട്ട് അങ്ങോട്ട് അങ്ങനെയുള്ളൊരു ജീവിതമായിരിക്കും കൂടുതൽ ഒരുമിച്ച്. കാരണം ഇൻഡിപെൻഡൻറ്റ് പെണ്ണുങ്ങൾ ആൺകുട്ടികളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുന്നു കുറേ കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ ഈ സമൂഹത്തിൽ, അതായത് കേരളത്തിൽ പൊതുവെ അത് കണ്ടുവരാത്തൊരു കാര്യമാണല്ലോ. അതായത് ലിവിങ് ടുഗദർ എന്ന് പറയുന്ന സാധനം പൊതുവെ ഭയങ്കര കുറവാണെന്നാണ് എൻ്റെ ഒരു അറിവനുസരിച്ച്. അപ്പോൾ ലൈക്ക് അത് സക്സസ്ഫുൾ ആണെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? അത് സക്സസ്ഫുൾ എന്ന് പറയുമ്പോൾ അത് രണ്ടുപേരുടെ മൈൻഡ് പോലെ ഒരു കോൺട്രാക്റ്റ് ഇല്ല രണ്ടുപേർക്കും തമ്മിൽ. ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ലവ് മാരേജ് ഓർ അറേഞ്ച് മാരേജ്, അപ്പോൾ തൻ്റെ അഭിപ്രായം എന്താണ്? ലവ് മാരേജ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എന്താണ് ലവ് മാരേജ് സപ്പോർട്ട് ചെയ്യാൻ കാരണം? ഞാൻ ലവ് മാരേജ് ആണ്, അപ്പോൾ ആളിനെ കുറച്ചുകൂടെ നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അറേഞ്ച് മാരേജിൽ നമുക്ക് ആളിനെ അറിയാൻ പറ്റില്ല. എന്തായാലും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കുറച്ച് ആളുണ്ടാവുന്നതാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ആ ടൈമിൽ ഒരാളെ മനസ്സിലാക്കാനുള്ള ടൈം കിട്ടൂലേ? അപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സമയത്തിനല്ലേ മനസ്സിലാവുള്ളൂ. ലവ് മാരേജ് ആകുമ്പോൾ കുറച്ച് നാളെടുത്ത് മനസ്സിലാക്കിയിട്ടൊക്കെ മുന്നോട്ടേക്ക് പോകാൻ. ഓക്കെ, അതായത് അയാൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കി ഫുള്ള് ചെയ്ത് കല്യാണം കഴിക്കാന്നാണ് ചേച്ചി പറഞ്ഞതല്ലേ? ഓക്കെ, അപ്പോൾ പക്ഷേ ഇപ്പോൾ കുറേ പേര് മാരേജ് കഴിഞ്ഞിട്ട് മാറണ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് കണ്ടിരുന്ന ആളല്ല മാരേജ് കഴിയുമ്പോൾ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ പറ്റി എന്താണ് അഭിപ്രായം പറയാനുള്ളത്? അങ്ങനെ ഉണ്ടാവും, പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഇല്ല. അതുകൊണ്ട് ഞാൻ ലവ് മാരേജ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് മാരേജിൽ. ലവ് മാരേജ് ആണ് അറേഞ്ച് മാരേജ് ആണ് ഭേദം? ചേച്ചിയുടെ ഒപ്പീനിയൻ എന്താണ്? എൻ്റെ ഒപ്പീനിയൻ അറേഞ്ച്ഡ് മാരേജ് ആണ് നല്ലതെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. അറേഞ്ച് മാരേജ് സപ്പോർട്ട് ചെയ്യണേ? അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് മാരേജ് ആകുമ്പോൾ നമുക്ക് ആ രണ്ടുപേരുടെ ഇത് മാത്രമേ ഉള്ളൂ, വീട്ടുകാരുടെ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മുടെ വീട്ടുകാരുണ്ടാവും, ബന്ധുജനങ്ങൾ എല്ലാവരും ഉണ്ടാകും. ആ ഒരു ഇതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. എന്താണെന്ന് വെച്ചാൽ
ഇപ്പോൾ അറേഞ്ച് മാരേജ് ആകുമ്പോഴേക്കും രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടി പിന്നെ പരിചയപ്പെട്ട് പിന്നെ സ്നേഹിച്ച് വരുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കൂലേ? ഇല്ല, അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പരസ്പരം മനസ്സിലാക്കാനുള്ളൊരു സമയം അതിൽ കിട്ടുന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്തായാലും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ അത്യാവശ്യം സമയം കിട്ടും. അല്ലാതെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ വഴിക്ക് പെട്ടെന്ന് ഒരാഴ്ചൻ്റെ ഉള്ളിൽ വിവാഹം മാരേജ് നടക്കില്ലല്ലോ. അല്ല, ഇപ്പോൾ ചിലവരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അതായത് പെട്ടെന്നുള്ളൊരു കല്യാണം എന്നുള്ള രീതി. പെട്ടെന്നുള്ള കല്യാണമാണെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതാണ് നന്നായിട്ട് പോകും. അറേഞ്ച് മാരേജ് ആണ് ലവ് മാരേജിനാണ് താല്പര്യം? അതെന്താ ലവ് മാരേജിനോട് താല്പര്യം? അത് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് മീൻസ് ലവ് എന്ന് വെച്ചാൽ അല്ല അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണേ. അപ്പോൾ അവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അറേഞ്ച് മാരേജ് ആകുമ്പോൾ ആ വീട്ടുകാരെ കണ്ടുപിടിച്ചേക്കണേക്കാൾ ഒരു ഇതുണ്ടാവില്ലല്ലോ, തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കാൻ ഇത്തിരി കഷ്ടപ്പാടാണ്. സെയിം സിറ്റുവേഷൻ തന്നെയാണ്. എന്നുവെച്ചാൽ പെട്ടെന്ന് ഒരു എന്താണ് അറേഞ്ച് മാരേജ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു കണക്ഷൻ കിട്ടില്ല. പക്ഷേ ലവ് മാരേജ് ആണെങ്കിൽ ഇപ്പോൾ സ്നേഹിച്ച് നടന്ന ആൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എക്സ്ട്രീംലി ഡിഫറെൻറ്റ് പേഴ്സണായി മാറുന്ന കുറേ സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതിനെപ്പറ്റി പറയാനുള്ളത് പ്രേമിക്കുമ്പോൾ നല്ലൊരാളെ നോക്കി സെലക്ട് ചെയ്തിട്ട്. അറേഞ്ച് മാരേജ് ആണെങ്കിലും എന്താണ് ആ അമ്മ വീട്ടുകാരെ കണ്ടുപിടിക്കുന്ന ആൾക്കാർ മാറാൻ ചാൻസ് ഉണ്ടല്ലോ, അവർക്കറിയില്ലല്ലോ. അത് ശരിയാണ്. ഓക്കെ, അതും ഒരു ഇതാണല്ലോ. പക്ഷെ നമ്മൾ അറേഞ്ച് മാരേജ് ആകുമ്പോഴേക്കും ഒരു എന്താ പറയുക, എല്ലാവരും ഓൾമോസ്റ്റ് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ ഇത് ചെയ്തിട്ട്. ലവ് മാരേജ് ആണെങ്കിലും നമ്മ വീട്ടുകാരോട് പറയുമ്പോൾ അവരും അന്വേഷിക്കുമല്ലോ എന്തായാലും. പക്ഷെ വീട്ടുകാർ നമ്മളോടൊപ്പം സപ്പോർട്ടാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ സപ്പോർട്ടായ ഫാമിലി ആണെങ്കിൽ പെട്ടെന്ന് ഒരാളെ പറ്റി അന്വേഷിക്കാൻ ചാൻസ് ഇല്ലല്ലോ. ലൈക്ക് മോൾക്ക് ഇഷ്ടമാണ് അപ്പോൾ കെട്ടിക്കോട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിലോട്ടായിരിക്കുമല്ലോ പോണത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അറേഞ്ച് മാരേജ് ആയിരിക്കും ഇത്തിരി കൂടി ബെറ്റർ. പോയിന്റ് ഓഫ് വ്യൂ, നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ലവ് മാരേജ് ആണ് ബെറ്റർ അല്ലേ?